അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ അതിശ്രേഷ്ഠമായ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദഹുകളും മനാഖിബുകളും ഒരുപാട് നമ്മൾ പറയുന്നുണ്ട്, പല രൂപത്തിൽ പല ഭാവത്തിൽ. അത് മൗലിദിൻ്റെ പല മൗലിദുകളുമുണ്ട്. മങ്കൂസ് മൗലിദുണ്ട്, ഷറഫുൽ അനാം മൗലിദുണ്ട്, അങ്ങനെ ഒരുപാട് മൗലിദുകളുണ്ട്. അതുപോലെ ഒരുപാട് ബൈത്തുകളുണ്ട്. യാ അക്രമ ബൈത്തുണ്ട്, സലാം ബൈത്തുണ്ട്, അതുപോലെ തന്നെ അഷ്റക്ക ബൈത്ത്, അങ്ങനെ പല ബൈത്തുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പുകഴ്ത്തി പറയുന്ന ഒരുപാട്, നബി തങ്ങളുടെ സിഫത്തുകൾ പറയുന്ന ഒരുപാട് ബൈത്തുകൾ. ഇന്ന് വളരെ ശ്രേഷ്ഠമുള്ള ഒരുപാട് ലോകത്താകമാനം വളരെയധികം പ്രശസ്തി ആർജിച്ച ഒരു ബൈത്താണ് അഷ്റക്ക ബൈത്ത്. ഇൻഷാ അള്ളാഹ് ആ അഷ്റക്ക ബൈത്ത് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ചൊല്ലി അവസാനം ദുആ ചെയ്യാം. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാതുല്ലാഹ് അലൈക്കും, അശ്റകൽ ബദ്റു അലൈനാ ഫഖദഫത് മിൻഹുൽ ബുദൂറു മിസ്ല ഹുസ്നിക മാ റഅയ്നാ ഖത്തു യാ വജ്ഹ സുറൂരി, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാതുല്ലാഹ് അലൈക്കും, അന്ത ശംസുൻ അന്ത ബദ്റുൻ അന്ത നൂറുൻ ഫൗഖ നൂരി, അന്ത ഇക്സിറും വഗാലി, അന്ത മിസ്ബാഹു സുദൂരി, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാതുല്ലാഹ് അലൈക്കും, യാ ഹബീബി യാ മുഹമ്മദ്, യാ അറൂസൽ ഖാഫിഖൈനി, യാ മുഅയ്യദ് യാ മുമജ്ജദ്, യാ ഇമാമൽ ഖിബ്ലതൈനി, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാതുല്ലാഹ് അലൈക്കും, മൻ റആ വജ്ഹക യസ്അദ്, യാ കരീമൽ വാലിദൈനി, ഹൗദുക സ്വാഫിൽ മുബാരദ്, വിർദുനാ യൗമൻ നുശൂരി, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാതുല്ലാഹ് അലൈക്കും, മാ റഅയ്നൽ ഈസ ഹന്നത് ബിസ്സുറാ ഇല്ലാ ഇലൈക, വൽ ഗമാമ ഖദ് അളല്ലത്, വൽ മലാ സല്ലൗ അലൈക, മർഹബാ യാ നൂറ ഐനി, മർഹബാ ജദ്ദൽ ഹുസൈനി, മർഹബാ അഹ്ലൻ വസഹ്ലൻ
وسهلا مرحبا يا خير داعي وأتاك العود يبكي وتذلل بين يديك واستجارت يا حبيبي عندك لبي النفور مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا مرحبا يا خير داعي حينما شد المحامل وتنادوا للرحيل جئتهم والدمع سائل قلت قف لي يا دليل مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا مرحبا يا خير داعي وتهمل لي رسائل أيها الشوق الجزيل نهوها تلك المنازل في العشايا والبكور مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا مرحبا يا خير داعي كل من في الكون هام فيك يا باهي الجبين وعلهم فيك غرام واشتياق وحنين يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم في معانيك الأنام كذبتها إيدينا أنت للرسل ختام أنت للمولى شكور مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا مرحبا يا خير داعي عبدك المسكين يرجو فضلك الجم الغفير فيك قد أحسنت ظني يا بشير يا نذير يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم فأغثني وأجرني يا مجير من السعير يا غياثي يا ملاذي في ملمات الأمور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم فاز عبد قد تملى وانجلى عنه الهموم فيك يا بدر تجلى فلك الوصف الحسين يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم ليس أزكى
أزكى منك الصلاة يا جد الحسين فعليك الله صلى دائما طول الدهور مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا مرحبا يا خير داعي يا ولي الحسنات يا رفيع الدرجات صلى الله على محمد صلى الله عليه وسلم كفرا عني ذنوبي واغفرا للسيئات صلى الله على محمد صلى الله عليه وسلم أنت غفار الخطايا والذنوب الموبقات صلى الله على محمد صلى الله عليه وسلم أنت ستار المساوي ومقيل العثرات صلى الله على محمد صلى الله عليه وسلم عالم سري وأخفى مستجيب الدعوات صلى الله على محمد صلى الله عليه وسلم ربنا ارحمنا جميعا بجميع الصالحات آمين 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 يا رب العالمين അൽഹംദുലില്ലാ നമ്മളെല്ലാവരും ഒന്നിച്ച് പരിശുദ്ധമായ അഷ്റക്ക ബൈത്ത് ഓതിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു താല കബൂലാക്കുമാറാവട്ടെ. എന്തെങ്കിലും അക്ഷരപ്പിശകുകളോ എന്തെങ്കിലും അബദ്ധങ്ങളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്ത് മാപ്പാക്കുമാറാവട്ടെ. ഈ ബൈത്ത് ചൊല്ലുമ്പോൾ എന്തെല്ലാം മനസ്സിൽ നമ്മുടെ ഹലാലായ മുറാദുകളുണ്ടോ എല്ലാം അള്ളാഹു ഹാസിലാക്കി തരുമാറാവട്ടെ. ഈ ബൈത്ത് ചൊല്ലിയതിൻ്റെ പ്രതിഫലമായി അള്ളാഹു താല എല്ലാ ഇടങ്ങേറുകളും നമ്മളെ തൊട്ട് മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അർഹമുർറാഹിമീനായ അല്ലാഹ്, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മൗലിദിന്റെ സദസ്സിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സ്വലാത്തുകൾ നീ കബൂലാക്കണേ അല്ലാഹ്. അദ്കാറുകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങൾ പറഞ്ഞതും ചൊല്ലിയതുമായ കാര്യങ്ങളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നീ പരിഹരിച്ച് കബൂലാക്കണേ അല്ലാഹ്. നിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാനും അല്ലാഹുവെ മുസാഫഹ ചെയ്യുവാനും മരണത്തിന്റെ സമയത്ത് മുത്തുനബിയെ കണ്ടിട്ട് മരിക്കുവാനും റഹ്മാനെ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കുവാനും ആ റസൂലിനോടൊപ്പം നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടുവാനും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അതിന് ഞങ്ങളുടെ ഈ സദസ്സ് നീ കാരണമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്നും ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, ഭർത്താക്കന്മാര്, സന്താനങ്ങൾ, കൂട്ടുകാര്, നാട്ടുകാര്, വേണ്ടപ്പെട്ടവര്, സഹോദരി സഹോദരന്മാർ, ലോക മുഅ്മിനീങ്ങൾ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ മരിക്കേണ്ടവരാണ്. ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുപാട് ദുആ വസിയത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ വിഷമങ്ങൾ ഓരോരുത്തർക്കുണ്ട്, ഓരോരോ പ്രയാസങ്ങളുണ്ട്. മാനസികമായ, ശാരീരികമായ, സാമ്പത്തികമായ ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോയവരുണ്ട്. റഹ്മാനെ, എല്ലാവരുടെയും ഊരാ കുടുക്കുകളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. എല്ലാവരുടെയും എല്ലാ പ്രതിസന്ധികളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മൗലിദിന്റെ
സദസ്സിൽ ഞങ്ങൾ ദുആരക്കുന്ന ഈ ദുആയിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. രോഗങ്ങൾക്ക് നീ ശിഫാ നൽകണേ അല്ലാ. മാരകമായ അസുഖങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ക്യാൻസർ പോലത്തെ മാരകവും അല്ലാത്തതുമായ മുഴുവൻ അസുഖങ്ങളെ തൊട്ടും ഞങ്ങളെ എല്ലാവരെയും രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ആരെല്ലാം ഹോസ്പിറ്റലിൽ കഴിയുന്നുണ്ടോ, വീടുകളിൽ കഴിയുന്നുണ്ടോ, എല്ലാവരുടെയും എല്ലാ പ്രതിസന്ധികളും രോഗങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ലോകത്ത് പല സ്ഥലങ്ങളിലും മുസ്ലിമീങ്ങളും മറ്റു സഹോദരന്മാരും പ്രയാസത്തിലാണ്. എല്ലാവർക്കും നിന്റെ സഹായം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളോട് ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞു. മക്കളില്ലാതെ വിഷമിക്കുന്നവർ, മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ. ജോലിയില്ലാത്തവരുണ്ട്, വീട് പണി പകുതിയാക്കി നിർത്തിയിട്ടുള്ളവരുണ്ട്, വീട് പണി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ട് റഹ്മാനെ. അതുപോലെ തന്നെ വിദേശത്തേക്ക് പോവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ, അതുപോലെ തന്നെ വിദേശത്തെത്തിയിട്ട് ജോലി ശരിയാവാതെ പ്രയാസപ്പെടുന്നവർ, ഇങ്ങനെ ഒരുപാട് പേര്. എല്ലാവരിലും നീ ഖൈറ് നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. ഈ പരിശുദ്ധമായ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് റഹ്മാനെ ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും നീ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ, കടങ്ങൾ മാറ്റണേ അല്ലാ. കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ റഹ്മാനെ. ആക്സിഡന്റുകളിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മറ്റ് അസാൻമാർഗിക പ്രവർത്തനങ്ങൾ, കള്ളുകുടി, അതുപോലെ തന്നെ മയക്കുമരുന്ന് പോലത്തെ എന്തെല്ലാം ദുശീലങ്ങളുണ്ടോ എല്ലാത്തിനെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാ. ഇതിൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനെ, മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് വട്ടം ഹജ്ജും ഉംറയും ആ മുത്ത് റസൂലിന്റെ റൗദയിൽ ചെന്ന് സിയാറത്ത് ചെയ്യാൻ, സലാം പറയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ഭർത്താക്കന്മാർ എല്ലാവർക്കും നീ ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെയും നമ്മുടെ ദുആയിനെയും സ്വീകരിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. അർഷദ് ബദരി ഒഫീഷ്യൽ എന്ന് പറയുന്ന നമ്മുടെ ഈ ചാനലിൽ റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ എല്ലാ ദിവസവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് മൗലിദിന്റെ സദസ്സ് ഉണ്ടാകും. എല്ലാവരും കഴിയുന്നത് പോലെ പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.